KVS നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെയും അന്വേഷണം സ്വാഭാവികമായും ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത് KVS സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ചില കമ്പനികൾക്ക് പ്രധാന കോൺട്രാക്റ്റുകൾ കിട്ടിയിരിക്കുന്നു. ഈ ക്വിഡ് പ്രോക്കോ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായ അന്വേഷണത്തിന് വിധേയമാകേണ്ടതാണത്. നോക്കൂ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ വാങ്ങി അവരുടെ ഗോവ ഇലക്ഷന് വേണ്ടി എന്നാണല്ലോ ഈ പറയുന്ന അന്വേഷണ ഏജൻസി തന്നെ പറയുന്നത്. അതല്ലാതെ അരവിന്ദ് കെജ്രിവാൾ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയെന്നോ അരവിന്ദ് കെജ്രിവാൾ അത് സൈഫൺ ചെയ്ത് വിദേശത്തേക്ക് കടത്തിയെന്നോ ഒരാക്ഷേപം EDക്കും ഇല്ല, CBIക്കും ഇല്ല. നോക്കൂ, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ BJP ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. പല കമ്പനികൾക്കും കോൺട്രാക്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് അതിൽ 1% അവർ സ്വന്തം അക്കൗണ്ടിലേക്ക് ബോണ്ട് വഴി വാങ്ങുന്നു എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ മാത്രം. ഒന്ന് നിയമപരമായ അഴിമതി എങ്ങനെ കമ്മീഷൻ എങ്ങനെ നിയമപരമാക്കാമെന്നുള്ളത്, മറ്റത് എങ്ങനെയാണോ പഴയ രീതിയിൽ നടന്നിട്ടുള്ളത് അതുപോലെ എന്നുള്ളതല്ലേ വ്യത്യാസമുള്ളൂ. ഈ പഴയ രീതിയിലുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, അക്കാര്യത്തിൽ വിചാരണ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ KVS ഇത്രയധികം കാര്യങ്ങൾ നിങ്ങളുടെ തട്ടകത്തിലുണ്ടായിട്ട് നിങ്ങൾ അതേക്കുറിച്ച് ഒരു അനക്കവും നടത്തുന്നില്ല, ഒരു അന്വേഷണവും പ്രഖ്യാപിക്കുന്നില്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇതൊക്കെ ആളുകൾ അറിയും. KVS ഹരിദാസെ, ഇതൊന്നും ജനങ്ങൾ അറിയില്ല എന്ന് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജൂൺ 30 വരെ സമയം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം വലിയ രീതിയിൽ അന്വേഷണം, ഈ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കുക, മറുഭാഗത്ത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ നേരെ കണ്ണടക്കുക എന്ന് പറയുമ്പോൾ, നേരത്തെ ഇവിടെ ശ്രീനിവാസൻ കൃഷ്ണൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇനി ഒരു അതോറിറ്റിയെ വിശ്വസിക്കേണ്ട, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നികേഷേ, സമാധാനമായിട്ടിരുന്ന് കേൾക്കണം. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടാണ്. രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഒരു നിയമ സംവിധാനത്തിന്റെ കീഴിലാണ് ഇലക്ട്രൽ ബോണ്ട് മുഖേന ഞങ്ങൾ പണം വാങ്ങിയിട്ടുള്ളത്. അത് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ മൊത്തം പൈസയുടെ ഏതാണ്ട് 50%മേ ഉള്ളൂ. ഏതാണ്ടല്ല 50%. ഞങ്ങൾക്ക് കോടാനുകോടി പ്രവർത്തകരുണ്ട്. 50%-നടുത്ത് 51%. പറഞ്ഞേക്കൂ, അത്രേ ഉള്ളൂ. അതിനപ്പുറം കോടാനുകോടി പ്രവർത്തകരുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോഴും 10 രൂപ മുതൽ 5 റുപ്യ മുതൽ BJPക്ക് സംഭാവന. നമുക്ക് ചർച്ച ചെയ്ത് പോവാം. കോൺഗ്രസിന് അന്വേഷിക്കുന്നേ അല്ല, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. നികേഷ് ടെൻഷൻ അടിക്കില്ലേ? ഞാൻ അതിലേക്ക് തന്നെയാ വരുന്നേ. അഴിമതി നടന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പണം വാങ്ങിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖേനയാണ്, കള്ളപ്പണമല്ല. ഞങ്ങൾക്ക് സംഭാവന നൽകിയതാണ്. ആ സംഭാവനയുടെ പേരിൽ ഇവർ കോടതി പോകട്ടെ. ഇപ്പൊ കോൺഗ്രസ്സുകാരും CPM-കാരും പറഞ്ഞല്ലോ ഞങ്ങൾ കോടതി പോകുന്നു. നമുക്ക് സമാധാനപരമായി, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സമാധാനപരമായി ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അല്ല സാറേ, എങ്ങനെയാ കോടതി പോവാന്ന് കൂടെ പറഞ്ഞു കൊടുക്ക്. ശ്രീനിവാസ കൃഷ്ണൻ തൊട്ടടുത്തുണ്ടല്ലോ. അല്ലല്ല, കോടതി ഇവരല്ലേ പറഞ്ഞത് ഞങ്ങൾ കോടതി പോകും. ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞ SIT അന്വേഷണം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങട്ടെന്ന്. ഇവർക്ക് കോടതിയിലല്ലേ വിശ്വാസം? എല്ലാത്തിനും കോടതി പോവുകയല്ലേ? എത്ര കള്ളക്കേസുമായിട്ട് റഫാൽ മുതൽ എത്ര കള്ളക്കേസുമായിട്ട് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കള്ളക്കേസുമായിട്ട് FIR ഇടണ്ടെന്ന് തീരുമാനിച്ചത് ആരാണ്? ഏത് ചീഫ് ജസ്റ്റിസ് ആണ്? ആരുമാകട്ടെ എന്നല്ല, ഒരൊറ്റ ചീഫ് ജസ്റ്റിസെ അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളൂ. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ KVS ഹരിദാസെ? നമുക്ക് പറഞ്ഞു പോകാൻ കാര്യങ്ങൾ. അദ്ദേഹം സകല ഹൈക്കോടതിയിലുള്ള കേസും അവിടെ വിളിപ്പിച്ചു, സുപ്രീം കോടതിയിൽ വിളിപ്പിച്ചു. എന്നിട്ട് റഫാലിലെ FIR റദ്ദ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം നേരെ രാജ്യസഭയിൽ പോയിരുന്നു, അല്ലേ KVS? എന്നിട്ട് താങ്കൾ പറയും ഇവർക്കൊക്കെ വിശ്വാസം കോടതിയിലല്ലേ എന്ന്. കോടതിയിൽ ചിലപ്പം ശ്രീനിവാസ കൃഷ്ണന് വിശ്വാസം ഉണ്ടാവുമായിരിക്കും, പക്ഷേ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങളാണോ ജുഡീഷ്യറിയിൽ നിന്നുണ്ടാകുന്നത്? കോടതി പോകട്ടെ. പിന്നെ
പോട്ടെ പോട്ടെ, അതൊക്കെ എനിക്ക് ജുഡീഷ്യറിയെ കുറിച്ച് പരമമായ വിശ്വാസമാണ്, പരമമായ ബോധ്യമുണ്ട്, ഏറെ ബഹുമാനിക്കുന്നു. അത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്കെതിരായിട്ടൊരു വിധി വരുമ്പോൾ ഞങ്ങൾ ജഡ്ജിമാരെ നാട് കടത്താൻ പോയിട്ടില്ല. എന്തിനാ പിന്നെ നിങ്ങൾ കുചേലിനെ ശ്രീകൃഷ്ണനെയൊക്കെ കൊണ്ടുവന്നത്? ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ കുചേലിനെയും ശ്രീകൃഷ്ണനെയൊക്കെ കൊണ്ടുവന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നികേഷെ ഒന്ന് തീർക്കട്ടെ നികേഷ്, കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ഫാക്സ് ഇല്ലല്ലോ. ഇങ്ങനെ ഓരോ വാക്കിലും വാചകത്തിൽ ഇടപെടാൻ പോണിയും അത് എങ്ങനെയാണെന്നേ, അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. അല്ല, നമുക്ക് ചർച്ച ചെയ്ത് പോകാന്നേ. നിങ്ങൾക്കും അസൗകര്യ. ഇപ്പൊ കോൺഗ്രസ് അതേന്നേ, കോൺഗ്രസ്സുകാരും CPM സംസാരിക്കുമ്പോ ഈ പ്രശ്നമില്ല നിങ്ങൾക്ക്. ചോദിച്ചപ്പോൾ ഞാൻ തുടർച്ചയായി അതാണ് CPM കാരൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെയാണോ ഒരു പ്രചരണാത്മകമായി ഉപയോഗിക്കുക അതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ പറയുന്നത് ഫാക്സുമായി കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പുട്ടിന് പീര എന്നുള്ള നിലയിൽ ഇടും, അത്രേ ഉള്ളൂ. അപ്പൊ അതാ ഇനിയിപ്പോ അഴിമതിയെ കുറിച്ചാണ് സംസാരം. CPMന്റെ സുഹൃത്ത് ശിവദാസൻ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. കേരളത്തിൽ നടത്തിയതുപോലുള്ള ഒരു അഴിമതി ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? എത്ര അന്വേഷണം CPMത്തിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CPMവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്നേ? അതൊക്കെ വസ്തുതാനിഷ്ഠമല്ലേ? SFI അന്വേഷണം, ഞാൻ ഇതിന്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. സഹകരണ ബാങ്കുകളിൽ നടന്ന അല്ല, ഞാൻ പറയട്ടെ നികേഷ് എന്തിന് ഓരോരുത്തരും ഇടപെടും? ഞാൻ CPM സുഹൃത്തിനല്ലേ അഡ്രസ് ചെയ്യുന്നേ, നികേഷിനെ അല്ല. ആദ്യം മനസ്സിലാക്കൂ, ഞാൻ CPM സുഹൃത്തിനെ അഡ്രസ് ചെയ്യുന്നേ. സഹകരണ ബാങ്കിൽ നടന്ന അഴിമതി, എത്ര സഹകരണ ബാങ്കിൽ എത്ര കോടിയുടെ തട്ടിപ്പ് നടന്നു? ED അന്വേഷണം നടത്തിയില്ലേ? അത് അന്വേഷണം മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നേ? അതൊക്കെ നിങ്ങളുടെ, ഞാൻ ഈ ഇടയ്ക്കിടെ ഇടപെടുന്നു എന്നുള്ള ഒരു പരാതി KVS ഉണ്ടാകുന്നത് സ്വാഭാവിക. പക്ഷേ നിങ്ങൾ SFI അന്വേഷണം നടത്തുന്നു, നടത്തട്ടെ. നിങ്ങൾ ഈ പറയുന്ന കരുവന്നൂർ അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നു, നടക്കട്ടെ. ഇതിനകത്ത് ആർക്കാ തർക്കം? KVS, നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളോട് പറയുന്നത്? അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. യഥാർത്ഥ ഇതിനകത്ത് ഈ കാലഘട്ടത്തിൽ നടന്ന കോൺഗ്രസിന്റെ ആക്ഷേപം KVS, അതിന് മറുപടി പറയൂ. കോൺഗ്രസിന്റെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണെന്നാണ്. അവിടെ ഒരു SIT അന്വേഷണം നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ കൺവിൻസ് ചെയ്യുക? ഇന്ത്യയിൽ നടന്ന തട്ടിപ്പല്ല, പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം ഉണ്ടായത്. അതിന്റെ പണം മുഴുവൻ എന്താ പറയാ, ടാക്സ് പെയ്ഡ് മണിയാണ്. ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത് ത്രൂ ബാങ്കാണ്. അതിൽ ക്രമക്കേടുണ്ടെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ ഇവർ കോടതി പോട്ടെ. ഇവർക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയുമില്ല, സംശയമില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഒരു വ്യക്തമായ നറേറ്റീവും ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പറയും ഞങ്ങൾക്കൊരു ആശങ്കയില്ല, ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ഒന്നും പണം വാങ്ങിയിട്ടുമില്ല. അത് വാങ്ങിയവര് അവർക്ക് അവരുടെ കുറ്റബോധം കൊണ്ട് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുക. ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂടുമ്പോ ഈ ചൂണ്ടുന്നവന്റെ നേരെ 3-4 വിരലുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ചില കമ്പനികൾക്ക് പ്രധാന കോൺട്രാക്റ്റുകൾ കിട്ടി. ക്വിഡ് പ്രോക്കോ വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞത് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിനോടൊപ്പമാണ് ഇതിന്റെ ക്വിഡ് പ്രോക്കോ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന വേണം. അതുകൊണ്ട് ഇത് പരസ്യമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാ ഇവിടെ ചില കമ്പനികൾക്ക് പ്രധാന കോൺട്രാക്റ്റുകൾ കിട്ടിയിരിക്കുന്നു. ED, CBI, ആദായ നികുതി വകുപ്പ് എന്നീ ഏജൻസികൾ റെയ്ഡ് ചെയ്ത കമ്പനികൾ ബോണ്ട് നൽകിയിട്ടുണ്ട്. ബോണ്ട് നൽകിയതിന് ശേഷം ഈ കമ്പനികൾക്കെതിരായ കേസുകൾ മരവിപ്പിക്കുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടുണ്ട്. ED, ആദായ നികുതി വകുപ്പ് എന്നീ ഏജൻസികൾ അന്വേഷണം നടത്തിയ 30 കമ്പനികൾ 335 കോടി രൂപയാണ് BJPക്ക് മാത്രം നൽകിയത്. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡൂബിയസ്, ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഫാക്ടിലെ പ്രശ്നമുണ്ടെങ്കിൽ KVS ഹരിദാസ് പറഞ്ഞോളൂ. ഡൂബിയസ് ആയിട്ടുള്ള കമ്പനികളെന്ന് ധനകാര്യ മന്ത്രാലയത്തിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് വിലയിരുത്തിയ സ്ഥാപനങ്ങൾ വൻ തുകയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയിട്ടുള്ളത്. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ കമ്പനികളെ ഡൂബിയസ് കമ്പനികളുടെ പരിധിയിൽ നിന്ന് വെട്ടിമാറ്റി. KVS ഹരിദാസ്, ഇത് രാജ്യത്തിന് നാണക്കേടല്ലേ?
നികേഷേ, ഞങ്ങള് ഡ്യൂബിയസ് ഇഡി റെയ്ഡ് നടന്ന ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല. ഇഡി റെയ്ഡിന് ശേഷം ഞങ്ങൾക്ക് പണം ഞങ്ങൾക്ക് പണം തന്ന സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടന്നിട്ടുണ്ടാവും. പക്ഷെ പണം തന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇഡി റെയ്ഡ് നടത്തിയ ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല. അങ്ങനെയല്ല അതിന്റെ ഫാക്ട്. നിങ്ങൾ ആദ്യം റെയ്ഡ് നടത്തുകയും ആദ്യം പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. KVS ഞാനും തമ്മിലൊരു വെല്ലുവിളി. നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നോക്കൂ, ഞാൻ അതിനെ ഫുൾ കണക്കെടുക്കാം. നിങ്ങൾ ആദ്യം റെയ്ഡ് നടത്തുകയും ആദ്യം ഈ പറയുന്ന പരിശോധന നടത്തിയ കമ്പനികളിൽ നിന്ന് ഇഡി റെയ്ഡിന് മുമ്പ് അവർ പൈസ തന്നിട്ടുണ്ടാവും. പക്ഷെ ഇഡി റെയ്ഡിന് ശേഷം റെയ്ഡ് നടന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും നരേന്ദ്രമോദിയുടെ പാർട്ടി പൈസ വാങ്ങിയിട്ടില്ല. Debate with MV Nikesh Kumar.